أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയനായ ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ടി ഷാക്കിർ സാഹിബ്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഇസ്മായിൽ സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആദരണീയനായ അബ്ദുൽ വാഹിദ് നദ്വി സാഹിബ്, സോളിഡാരിറ്റിയുടെ സംസ്ഥാന നേതാക്കൾ തൻസീർ ലത്തീഫ്, അഡ്വക്കേറ്റ് റഹ്മാൻ, സഈദ്, ഏറെ പ്രിയപ്പെട്ടവർ, സഹപ്രവർത്തകർ, രക്ഷിതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരിമാർ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ കരുണാ കടാക്ഷം നമ്മളിൽ ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ. നമ്മളെല്ലാവരും ചേർന്ന് ഒരു വലിയ പ്രഖ്യാപനം ഇവിടെ നടത്താൻ പോവുകയാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന തലത്തിൽ നടത്താൻ പോകുന്ന ക്യാമ്പയിൻ്റെ ഔദ്യോഗികമായ സംസ്ഥാനതല പ്രഖ്യാപനമാണ് നമ്മളെല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. വംശീയതയെ ചെറുക്കുക, നീതിയുടെ യൗവനമാവുക എന്നതാണ് ആ ക്യാമ്പയിൻ്റെ തലവാചകമായി സോളിഡാരിറ്റി ഈ സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നത്. കൊല്ലം ജില്ലയിലെ അഞ്ചലിൽ ഇതിൻ്റെ പ്രഖ്യാപനം നടക്കുന്നതോടുകൂടി ഇനിയുള്ള 1.5 മാസക്കാലം സംസ്ഥാനത്തുടനീളം ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളിലേക്ക് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് കടക്കാൻ പോവുകയാണ്. ഇതുപോലെ ഈ വരുന്ന ചൊവ്വാഴ്ച മെയ് 13-ാം തീയതി സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു സ്ഥാപക ദിനം കൂടിയാണ്. 2003 മെയ് 13-ന് പിറവിയെടുത്ത ഈ യുവജന പ്രസ്ഥാനം കേരളത്തിൻ്റെ സാമൂഹിക ബോധത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക പരിസരത്ത് വ്യത്യസ്തതകളുള്ള വഴികൾ വെട്ടിത്തീർത്തുകൊണ്ടാണ് 22 വർഷത്തെ അതിൻ്റെ പ്രയാണം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൻ്റെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലെ തന്നെ ക്യാമ്പയിൻ്റെ പ്രഖ്യാപന പരിപാടികൾ വലിയ സ്വഭാവത്തിൽ നടക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനം കേരളത്തിൻ്റെ ഗ്രാമങ്ങളിലേക്കും കേരളത്തിൻ്റെ പട്ടണങ്ങളിലേക്കും കേരളത്തിൻ്റെ സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ വരുന്ന ആളുകളിൽ ഒഴുകിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. ഒറ്റാവശ്യമാണ് കേരളത്തിലെ യുവാക്കളോട് സോളിഡാരിറ്റിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഒന്ന്, വംശീയതയെ ചെറുക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇവിടെ സംസാരത്തിൽ പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്
പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായ മുസ്ലിം വിഭാഗങ്ങൾ, ക്രൈസ്തവ വിഭാഗങ്ങൾ, ഇവിടുത്തെ ദലിത്, പിന്നോക്ക, ആദിവാസി, കീഴാള വിഭാഗങ്ങൾ ഒരുപോലെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൊണ്ട് വംശഹത്യക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെ നോക്കിയാലും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അങ്ങനെയാണ്. ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ മതകീയമായ ആഘോഷങ്ങൾ നടക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പേടി തോന്നുകയാണ്. ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഘോഷയാത്രകൾ പോകുമ്പോൾ, ആഘോഷങ്ങളുടെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാരങ്ങൾ നടന്നു വരുമ്പം അതിനൊക്കെ മുഴുവൻ പേടിപ്പെടുത്തുന്ന സ്വഭാവത്തിൽ, അതിനെയൊക്കെ വളരെ വെറുപ്പോടുകൂടി ഒരു വലിയ വംശഹത്യാ സ്വഭാവത്തിൽ തന്നെ സമീപിച്ച് പ്രസ്താവന ഇറക്കുന്ന ജനപ്രതിനിധികൾ തന്നെ നമ്മുടെ ചുറ്റിലുമുണ്ട്. നമുക്കറിയാം, ഈ രാജ്യത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടന്നു വരുന്ന ഒന്നാണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സ്ഫോടനം നടന്നാൽ, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ആക്രമണം നടന്നാൽ ഉടനടി തന്നെ ഇവിടുത്തെ സംവിധാനങ്ങൾ മുഴുവൻ അതിൻ്റെ പിന്നിൽ മുസ്ലിം വിഭാഗങ്ങളാണ്, സംഘടനകളാണ് എന്ന് അതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിന് മുമ്പേ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. എന്നാൽ പലതും പുറത്തു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന സ്വഭാവത്തിൽ ആരായിരുന്നു യഥാർത്ഥത്തിൽ അതിൻ്റെ പ്രതികൾ എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വഭാവത്തിലുള്ള വംശഹത്യാ പദ്ധതികൾ, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ സമീപനങ്ങൾ, ഇവിടുത്തെ ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങൾ, ക്രിസ്ത്യൻ വിരുദ്ധ നിലപാടുകൾ, ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരെയുള്ള നിരന്തരമായിക്കൊണ്ടുള്ള ആക്രമണങ്ങൾ, ഇതൊക്കെ കൂട്ടി വായിക്കുമ്പം നമുക്കറിയാൻ പറ്റും ഈ രാജ്യത്ത് സംഘപരിവാർ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഇവിടുത്തെ ഭരണകൂടവും സംവിധാനങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഈ വംശഹത്യാ പദ്ധതികളെ തുറന്നു കാണിക്കുക, അതിനെ എതിർക്കുക, അത്തരം പദ്ധതികളെ ചെറുത്ത് തോൽപ്പിക്കുക, അതിനുവേണ്ടി ഏതാളുമായി കൊണ്ടും കൂട്ടരുമായി കൊണ്ടും സംഘം ചേർന്നുകൊണ്ട് ജനാധിപത്യത്തെ രീതി ആവിഷ്കരിച്ചുകൊണ്ട് അതിനെതിരെ നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കുക, സാഹോദര്യത്തിന്റെ രാഷ്ട്രീയം ഈ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ട് പ്രചരിപ്പിക്കുക. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മനസ്സിലാക്കുന്നു, ഇങ്ങനെ ഒരു പദ്ധതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭരണഘടനാ അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന രൂപത്തിൽ RSSന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, വിചാരധാര പോലെയുള്ള അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ സ്പർദ്ധയിലേക്കും ഈ രാജ്യത്തെ വിഭാഗീയതയിലേക്കും പറഞ്ഞു വെക്കുന്നിടത്ത്, ഭരണഘടനാ അവകാശങ്ങൾ പോലും നിഷേധിക്കുന്നിടത്ത്, മനുഷ്യരെ മുഴുവൻ പച്ചക്ക് ചുട്ടുകൊല്ലുന്ന വിധത്തിലേക്ക് ഈ രാജ്യത്തിന്റെ എല്ലാ അനീതികളും നിറഞ്ഞൊഴുകുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടത്തെ ഒരു മുസ്ലിമാണ് എങ്കിൽ ആ മുസ്ലിമിന് വളരെ നിർഭയത്വത്തോടുകൂടിയും ആത്മോദ്ഭിമാനത്തോടുകൂടിയും ജീവിക്കാൻ പറ്റാത്ത ഒരു കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നിടത്ത്, പിന്നോക്ക വിഭാഗങ്ങളാണെങ്കിൽ ജീവിക്കാൻ തന്നെ ഒരു നിലക്കും സാധ്യമല്ലാത്ത വിധം സമൂഹത്തിന്റെ ഓരങ്ങളിൽ നിന്ന് സമൂഹത്തിന്റെ പിന്നോക്കത്തിലേക്ക് വലിച്ചെറിയുന്ന വിധത്തിലേക്ക് ഈ രാജ്യം പോയിക്കൊണ്ടിരിക്കുമ്പം അതിനെതിരെ ഇതിനൊക്കെ എതിരുള്ള ഒരു ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ജനാധിപത്യ സ്വഭാവത്തിൽ സാധ്യമാകുന്ന എല്ലാ പോരാട്ടങ്ങളും ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഇത്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വംശീയതയെ ചെറുക്കുക, നീതിയുടെ യൗവനമാവുക എന്ന ഒരു മുദ്രാവാക്യം കേരളത്തിന്റെ സമൂഹത്തോട് പറയുമ്പം സോളിഡാരിറ്റി ഇതിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിലൊന്ന്, വംശീയക്കെതിരെ ശബ്ദിക്കുന്ന വിധത്തിൽ ഇവിടുത്തെ ഒരു സാഹോദര്യത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിക്കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ, ഇതിനിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് ജനാധിപത്യ മാർഗേണ സാധ്യമാകുന്ന എല്ലാ പോരാട്ടങ്ങളെയും ശക്തിപ്പെടുത്താൻ കഴിയുമെങ്കിൽ, ആ ശക്തിപ്പെടുത്തുന്ന വേദികളും കൂട്ടായ്മകളും അത്തരം വേദികളും സംവിധാനങ്ങളെയും ഒരുമിച്ചുണ്ടാക്കിയെടുക്കുക എന്നുള്ളതും അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും സോളിഡാരിറ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് അതിനുവേണ്ടി പല ശ്രമങ്ങളും
ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഈ പ്രദേശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കറിയാം, സമുദായങ്ങൾ തമ്മിൽ കൊടുക്കലുകളും വാങ്ങലുകളും ഒരുമിച്ചിരിക്കലുകളും സംസാരങ്ങളും എന്ന് പറയുന്നത് തന്നെ ഈ രാജ്യത്ത് ഫാഷിസത്തിനെതിരെയും വംശഹത്യക്കെതിരെയും ഉന്മൂലന രാഷ്ട്രീയത്തിനെതിരെയും അതുപോലെ തന്നെ അന്ധമായ ദേശീയ വികാരങ്ങൾക്കപ്പുറവും ഒരുമിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ളത് സോളിഡാരിറ്റിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഏത് കാര്യങ്ങളെയും വംശീയതക്കെതിരെ ശബ്ദിക്കുവാനും അതിനു വേണ്ടിയിട്ടുള്ള ജനാധിപത്യ രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്താനും ഏത് സന്ദർഭത്തിലും ഇത്തരം വേദികളെയും സംവിധാനങ്ങളെയും ഒരുമിച്ച് ചേർത്താനും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മുൻകൈയെടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളൊരു സംസ്ഥാന തലത്തിൽ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുമ്പോൾ സംസ്ഥാന തലത്തിൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഒരു കാര്യം വിശദമായിട്ട് ഇവിടത്തെ യുവജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുമ്പോൾ നമ്മൾ അറിയണം, ചില ആലോചനകൾ ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. പ്രാദേശിക സംവിധാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ചിന്തിക്കുകയും ഇവിടുത്തെ വംശഹത്യ വിരുദ്ധ മുന്നണിയിൽ കൂട്ടം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന വിധത്തിൽ അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തിയെടുക്കുന്നിടത്ത് ഇതിന്റെ പ്രാദേശിക തലം മുതൽ ഇതിന്റെ എല്ലാ ഘടകങ്ങളിലുമുള്ള ഒരു ഐക്യപ്പെടൽ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. സംഘടന എന്നുള്ള അർത്ഥത്തിൽ ധാരാളം യുവാക്കളുള്ള ഒരു പ്ലാറ്റ്ഫോമായി കൊണ്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മാറണം. കാരണം നമുക്ക് നിർവഹിക്കാനുള്ള ദൗത്യം എന്ന് പറയുന്നത് ഭാരിച്ച ഒരു ദൗത്യമാണ്. ഈ ദൗത്യത്തിന്റെ മുമ്പിൽ ധാരാളം യുവാക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ദൗത്യം മറന്നുപോയ യുവതക്ക് പ്രത്യേകിച്ച് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്ന നല്ല ബോധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് ഇതിന്റെ പ്രാദേശിക സംവിധാനങ്ങളിൽ, നാടുകളിലും നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ധാരാളം യുവാക്കൾ ഒരുമിച്ച് ചേരുന്ന ഒരു പ്ലാറ്റ്ഫോമായി, വംശീയതക്കെതിരെ സംസാരിക്കുന്ന ഒരു സംവിധാനമായി, നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒന്നായി, രാജ്യത്തെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമായി, സത്യത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സംവിധാനമായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോള ഗ്രാമപ്രദേശങ്ങളിലും അങ്ങോളം ഇങ്ങോളമുള്ള മുഴുവൻ പ്രദേശങ്ങളിലും സോളിഡാരിറ്റിക്ക് വലിയ അർത്ഥത്തിൽ പിന്തുണ ഉണ്ടാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി വരും നാളുകൾ എന്ന് പറയുന്നത് യുവാക്കളെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ചേർത്ത് നിർത്തുന്നതിനുള്ള ശ്രമം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആരംഭിക്കാൻ പോവുകയാണ്. യോജിച്ച് നിൽക്കേണ്ടുന്ന ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, അങ്ങനെ യോജിച്ച് നിൽക്കേണ്ടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വിഘടിച്ച് നിൽക്കുക അതിന് പറ്റുന്ന ഒരു അനുകൂലമായ അന്തരീക്ഷമല്ല ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, ധാരാളം യുവാക്കളുള്ള ഒരു പ്ലാറ്റ്ഫോമായി ഈ രാജ്യത്ത് നന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കുന്ന ഒരു വലിയ സംഘമുള്ള ഒന്നായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മാറണം എന്നുള്ളത് നമ്മൾ ഈ ക്യാമ്പയിനിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്ന തിരിച്ചറിവ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്കുണ്ട്. അതുകൊണ്ട് വംശീയതയെ ചെറുക്കുന്നിടത്ത് രാജ്യത്ത് നമുക്കറിയാം, വിശുദ്ധിയുള്ള ഞങ്ങൾക്കാണ് മേധാവിത്യം എന്ന് ഇവിടത്തെ ലോകം പഠിപ്പിച്ച ഒരു ദർശനത്തെ അങ്ങനെയല്ല, മനുഷ്യര് മുഴുവൻ ഒന്നാണ് എന്ന ഒരു വലിയ ദർശനത്തെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയുക എന്നുള്ളതും പ്രധാനമാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചുവല്ലോ, ഐ ഹാവ് എ ഡ്രീം എന്ന് പറഞ്ഞ് ലോകത്ത് തന്നെ പ്രശസ്തമായ ഒരു പ്രഭാഷണമുണ്ട്. മാർട്ടിൻ ലൂതർ കിങ് അങ്ങനെ ഒരു പ്രയോഗം നടത്തണമെങ്കിൽ എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു സ്വപ്നമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമുക്കറിയാം ഇവിടത്തെ ഒരു മുസൽമാനും ഇവിടത്തെ ഒരു ക്രിസ്ത്യനും ഇവിടത്തെ ഒരു ദലിതനും ഇവിടത്തെ ഒരു പിന്നോക്കക്കാരനും കിട്ടേണ്ടുന്ന അവകാശങ്ങൾ മുഴുവൻ ഹനിക്കപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടത്തെ ഞങ്ങളാണ് ഇവിടത്തെ ഏറ്റവും വലിയ വിഭാഗം, അങ്ങനെ ഒരു ബ്രാഹ്മണിക് അജണ്ടയോടുകൂടി ആലോചനയോടി നടക്കുന്ന ഒരു ദർശനത്തിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന സാഹോദര്യത്തിന്റെ ഒരു ദർശനം, അതുപോലെ തന്നെ സത്യത്തിന്റെ ഒരു ദർശനം, ഈ ദർശനത്തിന് ഉയർച്ചയും സ്വീകാര്യതയും ലഭിക്കുന്നിടത്തേക്ക് ഈ രാജ്യത്തൊരു പ്രാതിനിധ്യം നിർവഹിക്കാനുണ്ട് എന്ന ഒരു ദൗത്യം കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ലോകത്ത് അങ്ങനെ ഒരു ദർശനത്തെ പകരം വെക്കാൻ പ്രിയപ്പെട്ടവരെ കഴിയാത്തൊരു കാലം കൂടിയാണ്. അതുകൊണ്ട് ദൗത്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും ഭാരമുള്ള ഒരു ദൗത്യമാണ്. നമ്മുടെ കയ്യിൽ നീതിയുടെ ഒരു ദർശനം, നമ്മുടെ കയ്യിൽ സാഹോദര്യത്തിന്റെ ഒരു ദർശനം, നമ്മുടെ കയ്യിൽ സമത്വത്തിന്റെ ഒരു ദർശനം. നീതി അന്യം നിന്ന് പോയ ഒരു നാടിന് നീതിയധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം വരണം എന്ന് നിരന്തരമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടുന്ന ഒരു സന്ദർഭം. ഏറ്റവും വലിയ ജിഹാദ് എന്താണ്? ഏറ്റവും വലിയ ധർമ്മ പോരാട്ടം എന്താണ്? ഏറ്റവും വലിയ സത്യപോരാട്ടം എന്താണ് എന്ന ചോദ്യത്തിന് മുമ്പിൽ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിയുടെയും സത്യത്തിന്റെയും വാക്കുച്ചരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പഠിപ്പിച്ച ആ ദർശനത്തെ ഏറ്റുപിടിച്ചവരാണ് നമ്മൾ. നമുക്കറിയാം, കറുത്തവനായതിന്റെ പേരിൽ, ഈ രാജ്യത്ത് നിന്ന് പിന്നോക്കക്കാരനായതിന്റെ പേരിൽ ഒരു രാജ്യം തന്നെ ആട്ടിയോടിച്ചവനാണ് മുഹമ്മദ് അലി ക്ലേ എന്ന് പറയുന്നത്. ലോകത്തെ ബോക്സിംഗ് ഇതിഹാസമായിരുന്നു. ബോക്സിംഗ് ഇതിഹാസമായ മുഹമ്മദ് അലി ക്ലേ, നമുക്കറിയാം, അദ്ദേഹം രാജ്യത്ത് എവിടെ ചെന്നാലും രാജകീയമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന ഒരു മനുഷ്യൻ. ഒരുപാട് പങ്കെടുത്ത മുഴുവൻ ഒളിമ്പിക്സുകളിലും ബോക്സിംഗ് ഇനത്തിൽ മെഡലുകൾ വാരിക്കൂട്ടിയ ഒരു മനുഷ്യൻ. രാജ്യം അതിന്റെ എല്ലാ ആദരവുകളും നൽകി ആദരിച്ചിരുത്തിയ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ റിങ്ങിൽ നിന്നും മത്സരങ്ങളിൽ നിന്നും വിരമിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള ഒരു ഹോട്ടലിലേക്ക് കയറി ചെന്നപ്പം ഹോട്ടൽ അധികൃതർ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കിട്ടില്ല. കാരണം ഇവിടുത്തെ ഭക്ഷണം വെള്ളക്കാരന് വേണ്ടി ഒരുക്കി വെച്ച ഭക്ഷണമാണ്. ഇവിടുത്തെ ഭക്ഷണം നിങ്ങളെപ്പോലെ തന്നെ ഈ വിഭാഗത്തിൽ നിന്ന്, ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ആട്ടിയോടിക്കുന്നവർക്ക് നൽകാനുള്ള ഒരു ഭക്ഷണമല്ല. അതിന് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും റെസ്റ്റോറന്റ് തേടി പോവാം. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഈ വ്യവസ്ഥിതിയിൽ എനിക്ക് വിശ്വാസമില്ല, ഈ വ്യവസ്ഥിതിയിൽ എനിക്ക് വിശ്വാസമില്ല. മനുഷ്യരായി കാണാത്ത ഈ വ്യവസ്ഥിതിയിൽ എനിക്കൊട്ടും വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ നേടിയെടുത്ത എന്റെ മെഡലുകൾ മുഴുവൻ ഓഹിയോ നദിയിലേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യനായി കാണുന്ന ഒരു ദർശനം, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരു ദർശനം, സത്യത്തിന് വേണ്ടിയും സമത്വത്തിന് വേണ്ടിയും എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ദർശനം, ആ ദർശനം ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ എന്ന അന്വേഷണം ഞാൻ നടത്താൻ പോവുകയാണ്. അന്വേഷണം ചെന്നെത്തി. നമുക്കറിയാം, മുഹമ്മദ് അലി ക്ലേ പിന്നീട് അദ്ദേഹത്തിന്റെ പോരാട്ടം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മനുഷ്യന് വേണ്ടിയിട്ടായിരുന്നു, നീതിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. അങ്ങനത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ ചുറ്റുപാടിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ റമളാൻ നമ്മൾ കേട്ടതാണ്. രാത്രിയിൽ അമ്മിഞ്ഞ പാൽ നുകർന്ന് അമ്മയോടൊപ്പം ഉമ്മയോടൊപ്പം കിടന്നിറങ്ങിയ മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെയാണ് ബൂട്ടിട്ട് ചവിട്ടി കൊന്നിട്ടുള്ളത്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ. രാത്രി നമസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് അവിടുന്ന്, നിങ്ങൾ ഇവിടെ ജീവിക്കേണ്ടവരല്ല, നിങ്ങളുടെ ആരാധനകളും അനുഷ്ഠാനങ്ങളും ഇതുപോലെ ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ പാടില്ല, നിങ്ങളുടെ ചിഹ്നങ്ങൾ ഇവിടെ നിന്ന് അട്ടിപ്പുറത്താക്കണം, ചിഹ്നങ്ങൾ മുഴുവൻ തച്ച് തകർക്കാനുള്ളതാണ്, നിങ്ങളുടെ ആരാധനകൾ തകർക്കാനുള്ളതാണ്. ഞങ്ങളുടെ ഘോഷയാത്ര പോകുമ്പം നിങ്ങളുടെ ആരാധനകൾക്ക് മുമ്പിൽ അത് മറച്ചു വെക്കണം, താർപോളിന് ഉപയോഗിച്ചുകൊണ്ട് അത് മറച്ചു വെക്കണം. നിങ്ങൾ ഇനി ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കുമ്പോൾ സ്വകാര്യമായിട്ട് വേണമെങ്കിൽ ആരാധനകളും അനുഷ്ഠാനങ്ങളും നിർവഹിക്കാം. അങ്ങനെയുള്ള നിങ്ങളുടെ ചിഹ്നങ്ങൾ, നിങ്ങളുടെ അനുഷ്ഠാനങ്ങൾ, നിങ്ങളുടെ ഇസ്ലാമികമായ സംസ്കാരങ്ങൾ, അതൊന്നും ഈ രാജ്യത്ത് പാടില്ല. പകരം ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ ആചാരങ്ങളും നിങ്ങളുടെ ജീവിതത്തിന്റെ നടപ്പ് രീതികളും അതൊന്നും ഞങ്ങൾ പറയുന്നത് പോലെയാകണം. വഖഫ് ഞങ്ങൾ പറയുന്നത് പോലെയാകണം. ത്വലാഖ് ഞങ്ങൾ പറയുന്നത് പോലെയാവണം. ശരീഅത്ത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കും, അത് അതുപോലെ തന്നെ പാലിക്കണം എന്ന് പറയുന്ന വംശഹത്യാബോധങ്ങളെ, എന്ന് പറയുന്ന ഇവിടുത്തെ മേൽക്കോയ്മ ബോധങ്ങളെ, ബ്രാഹ്മണിക്ക് ചിന്താധാരകളെ, ഹിന്ദുത്വ അജണ്ടയിൽ ഊട്ടപ്പെട്ട ഉന്മൂലന രാഷ്ട്രീയത്തെ ഈ സ്വഭാവത്തിൽ തന്നെ നേരിടുക എന്നതും കൂടിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് വരും നാളുകളിൽ ഈ രാജ്യത്ത്, ഈ പ്രദേശത്ത് യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നീതിയുടെ കാവലാളാവുക എന്ന് പറയുന്നതും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രണ്ടാമത് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ ക്യാമ്പയിനിലൂടെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നീതിയിലധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം ഇവിടെ രൂപപ്പെട്ടു വരണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നീതി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് അനീതിക്കരയാക്കപ്പെടുന്ന മനുഷ്യരുണ്ടെങ്കിൽ ആ മനുഷ്യരോടൊപ്പം ചേർന്ന് നിന്ന് നീതി വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു വലിയ പോരാട്ടമാണ്. അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടമാണ്.
എന്താണ് ഏറ്റവും വലിയ ധർമ്മയുദ്ധം എന്ന് ചോദിച്ചപ്പം, എന്താണ് ഏറ്റവും വലിയ പോരാട്ടം എന്ന് ചോദിച്ചപ്പം, അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ നീ വിളിച്ചു പറയുന്നു ആ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി, നിങ്ങൾ നീതിമാനല്ല, നിങ്ങൾ ഏകാധിപതിയാണ്, അതുപോലെ തന്നെ നിങ്ങൾ സത്യത്തിന്റെ പക്ഷത്തല്ല, നിങ്ങൾ നിങ്ങളുടെ സംബന്ധിച്ചിടത്തോളം ഈ സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പോരാട്ടം എന്ന് പറയുന്നത്. ഖുർആൻ ചോദിച്ചതുപോലെ മലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തളഅഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ അല്ലദീന യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാത്തത്? ദീനും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ മതൈമികമായ ചിഹ്നങ്ങളും പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് ഒരു ദർശനം കൂടി നമുക്ക് പകർന്നു നൽകുന്നു. ആ ദർശനം എന്താ? നീതിക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ദീനീ പ്രാതിനിധ്യം എന്ന് പറയുന്നത്, ദീനീ പ്രതിനിധാനം എന്ന് പറയുന്നത്, ഒരു രാജ്യം അനീതിക്കരയാകുമ്പോൾ, വ്യവസ്ഥകൾ താറുമാറാകുമ്പോൾ, ആ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അക്രമകാരികളാകുമ്പോൾ നീതിയുടെ പക്ഷം ചേർന്ന് നിന്നുകൊണ്ട് നീതിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ്. അടിച്ചമർത്തപ്പെട്ട മർദ്ദിതരും പീഡിതരുമായ ഇവിടുത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾക്കും വേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ പോരാട്ടത്തിലിറങ്ങാത്തത് എന്ന ചോദ്യം പ്രിയപ്പെട്ടവരെ നമ്മുടെ നെഞ്ചോട് നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട്. ഖുർആൻ നമ്മളെ ഉണർത്തുന്ന കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. അല്ലയോ വിശ്വാസികളെ, നിങ്ങൾ നീതി നടത്തി അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായി തീരുക. നീതി നടത്തി അല്ലാഹുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരായി തീരുക. നമുക്കറിയാം, നമ്മുടെ മണ്ണ് വിശാലമായിട്ട് നമ്മെ കാത്തു നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് യുവാക്കൾ മനസ്സിലാക്കണം, നമ്മുടെ രാജ്യവും നമ്മുടെ പ്രദേശവും നമ്മുടെ ഗ്രാമങ്ങളും നമ്മെ കേൾക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ നിന്ന് പലരും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, പലരും അവരിൽ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരുപക്ഷെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ, ഈ സംഘടന ഈ കേരളത്തിൽ പിറവിയെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ഈ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട മനുഷ്യരുടെ കഥകൾ ഈ കേരളത്തിലെ ജനത അറിയുമായിരുന്നില്ല. സക്കരിയയെ നിങ്ങൾക്കറിയുമായിരുന്നില്ല, അബ്ദുൽ നാസർ മഅദനിയെ നിങ്ങൾക്കറിയുമായിരുന്നില്ല. അതുപോലെ തന്നെ നിരാലംബരാക്കപ്പെട്ട, ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞ 1.5 പതിറ്റാണ്ട് കാലമായി കേരളത്തിലും കേരളത്തിന്റെ പുറത്തുമുള്ള ജയിലറകളിൽ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് തടവറയിൽ കഴിയുന്ന ഇവിടുത്തെ മുസ്ലിം ചെറുപ്പത്തെ, UAPA ചുമത്തപ്പെട്ട് തടവറയിൽ കഴിയുന്ന ഇവിടുത്തെ ചെറുപ്പത്തെ ഈ കേരളത്തിൽ ആരും ശ്രദ്ധിക്കുമായിരുന്നില്ല. എന്താണ് അതിന്റെ പ്രചോദനം എന്ന് ചോദിച്ചാൽ, സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു. ഈ രാജ്യത്തൊരു യുവത നിലനിൽക്കുമ്പം, ഈ രാജ്യത്തൊരു ചെറുപ്പം നിലനിൽക്കുമ്പം, ആ ചെറുപ്പത്തിന് ചിലത് നിർവഹിക്കാനുണ്ട്. ആ നിർവഹണത്തിന്റെ പാതയിലെ ഒന്നാണ് നീതിയിൽ അധിഷ്ഠിതമായ മനുഷ്യാവകാശങ്ങൾക്ക് ഉൾപ്പെടെയുള്ള സത്യത്തിന് വേണ്ടിയുള്ള ഇവിടുത്തെ സാമൂഹിക ദൗത്യ നിർവഹണം എന്ന് പറയുന്നത്. അതാണ് സോളിഡാരിറ്റി നിർവഹിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളെ, നമ്മളൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. വരും നാളുകൾ എന്ന് പറയുന്നത് നീതിയുടെ യൗവനമായി കൊണ്ട്, നീതിയുടെ ചെറുപ്പമായി കൊണ്ട് നമ്മൾ നമ്മുടെ നാട് പ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും എന്ന് പറയുന്നത് ഒരു സംശയവും വേണ്ടതില്ല. കാലം നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഇത്. കാലം നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഇത്. നമ്മുടെ ദീന് നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണ് ഇത്. ദീനീ പ്രാതിനിധ്യം നിർവഹിക്കുക എന്ന് പറയുമ്പം തെറ്റിദ്ധരിക്കരുത്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർ നയിച്ച ദൗത്യം നമുക്കറിയാം. ഒരു മർദ്ദകരായ, പീഡിതരായ ജനതയ്ക്ക് വേണ്ടി മർദ്ദക ഭരണാധികാരിയോട് പോരാടിയിട്ടുള്ള ഒരു പ്രവാചകനും ഒരു കാലഘട്ടവും നമുക്ക് മുമ്പുണ്ടായിട്ടുണ്ട്. ആ പ്രവാചകൻ നയിച്ച വഴികളിലൂടെ നീതിക്ക് വേണ്ടി ശബ്ദിച്ച ഒരുപാട് മുൻഗാമികളായ ആളുകൾ നമ്മുടെ മുമ്പുണ്ടായിട്ടുണ്ട്. അവർ നയിച്ച വഴികളിലൂടെ ധീരതയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നതാണ് നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, സ്വയം കരുത്തരായിട്ട് മാറുക എന്നുള്ളതാണ്. പീഡനങ്ങൾ ഉണ്ടാകും, മർദ്ദനങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ മുന്നോട്ടുള്ള വഴി എന്ന് പറയുന്നത്
അത്രയധികം എളുപ്പമുള്ള വഴികളാവില്ല. നമുക്കെന്നും മർദ്ദനങ്ങളും പീഡനങ്ങളുമായിരിക്കും. ഒരുപക്ഷെ ഇവിടുത്തെ ഭൗതിക സംവിധാനങ്ങൾ മുഴുവൻ നമുക്കെതിരായിരിക്കും. പക്ഷെ ഉറച്ചു നിൽക്കുക, കരുത്തോട് കൂടിയിട്ട് ഉറച്ചു നിൽക്കുക, ഉജ്ജ്വലമായിട്ട് എഴുന്നേറ്റ് നിൽക്കുക. ഒരുപക്ഷെ നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികളെ, നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ, ആ വെല്ലുവിളികളെയും മറികടന്നുകൊണ്ട്, പ്രതിസന്ധികളെ സാധ്യതകളാക്കി മാറ്റിക്കൊണ്ട്, വെല്ലുവിളികളെ തെറിപ്പിച്ചുകൊണ്ട് പുതിയ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തി, പുതിയ വൈവിധ്യങ്ങൾ രൂപപ്പെടുത്തി, പുതിയ മേഖലകളിലേക്ക് ഉജ്ജ്വലമായി കൊണ്ട് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. വംശീയതയെ ചെറുക്കുന്നതോടൊപ്പം ഈ രാജ്യത്ത് നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമത്തിന് നമ്മൾ മുന്നോട്ട് പോകുന്നതോടൊപ്പം തന്നെ ആരുടെ മുമ്പിലും പരാജയപ്പെട്ട് നമുക്ക് പോകാൻ പാടില്ല. നമ്മുടെ കയ്യിലുള്ള ഈമാനുണ്ട്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുന്നത് ഭൗതികമായി കൊണ്ടുള്ള എന്തെങ്കിലും ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ടല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യ വിമോചനം പറയുന്നതോടൊപ്പം തന്നെ, മനുഷ്യ വിമോചനം പറയുന്നതോടൊപ്പം തന്നെ, മനുഷ്യ നാഗരികതയെ കുറിച്ച് സംസാരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയും ആഗ്രഹവും നാളെ അല്ലാഹുവിന്റെ സ്വർഗത്തിലെ ഒരു ഇടം തന്നെയാണ്. അങ്ങനെ ഒരു സാൽവേഷനെ കുറിച്ചും ലിബറേഷനെ കുറിച്ചും സാൽവേഷനെ കുറിച്ചും സ്വപ്നങ്ങൾ മെയ്ത് അത് സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. നമ്മുടെ പ്രചോദനം രാത്രിയിൽ അന്തിയാമങ്ങളിൽ നാം നമ്മുടെ നാഥനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. രാത്രിയുടെ അന്തിയാമങ്ങളിലെ പ്രാർത്ഥനയും പകലിലെ പോരാട്ടവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഉജ്ജ്വലമായി എഴുന്നേറ്റ് നിൽക്കുന്ന, നിശ്ചയദാർഢ്യമുള്ള, പ്രതിസന്ധികളെ മുഴുവൻ വരിഞ്ഞു മുറുകുന്ന പ്രതിസന്ധികളെ മുഴുവൻ മറികടന്ന് അചഞ്ചലമായിട്ട് മുന്നോട്ട് പോകുന്ന, ഏത് വെല്ലുവിളികളെയും സാധ്യതകളാക്കി മാറ്റിക്കളയുന്ന പുതിയ പദ്ധതികളും സ്ട്രാറ്റജികളും രൂപപ്പെടുത്ത് സാമൂഹ്യ ദൗത്യ നിർവഹണത്തിൽ പുതിയ അടയാളങ്ങൾ രൂപപ്പെടുത്തുന്ന സർഗാത്മക യുവജന പ്രസ്ഥാനമായിട്ട്, യുവജനത്തിന്റെ നേതാക്കന്മാരായിട്ട്, പ്രവർത്തകരായിട്ട് നമ്മൾ മാറുക എന്നുള്ളതാണ്. സഹജീവികൾ അനുഭവിക്കുന്ന അനീതിയിൽ നിന്ന്, വിവേചനത്തിൽ നിന്ന് അവരെ മുഴുവൻ ഉയർത്തിയെഴുന്നേൽക്കു കൊണ്ടുവരിക എന്ന ദൗത്യം കൂടി നമുക്കുണ്ട്. ഖൈറുമ്മയുടെ ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. നമ്മൾ നിർവഹിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമൂഹിക ഇവിടുത്തെ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യ നിർവഹണത്തിന്റെ മുമ്പിൽ അഭിമാനത്തോട് നമ്മൾ പറയണം, കുൻതും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്. നമ്മളൊരു ഉത്തമ വിഭാഗമാണ്. മുഴുവൻ മനുഷ്യരുടെയും വിമോചനത്തിന് വേണ്ടി, മുഴുവൻ മനുഷ്യരുടെയും വിമോചനത്തിന് വേണ്ടി എന്താണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് എന്ന ചോദ്യത്തിന് മുമ്പിൽ നമ്മുടെ മുമ്പിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട മനുഷ്യ കൂട്ടർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മുഴുവൻ മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്നും ഈ സമുദായത്തെ തന്നെ ശാക്തീകരിച്ചെടുക്കേണ്ടുന്ന ദൗത്യം നമുക്കുണ്ട്. ദിശ അറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സമുദായത്തിന്റെ മുമ്പിൽ സംസ്കരിച്ചെടുത്ത് വളർത്തിയെടുക്കേണ്ടുന്ന ദൗത്യം നമുക്കുണ്ട്. സമുദായത്തിന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ മുഴുവൻ ഹനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭരണക്രമത്തിൽ ഈ സമുദായത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഇസ്സത്തുള്ള, പ്രതാപമുള്ള, ആത്മാഭിമാനമുള്ള, ഉൾക്കരുത്തുള്ള ഒരു സമുദായമായി മാറ്റിയെടുക്കുക എന്ന് പറയുന്ന ദൗത്യം നമുക്ക് നിർവഹിക്കാനുണ്ട്. അതുള്ളതോടൊപ്പം തന്നെ അതിന് നമ്മൾ പ്രത്യേകമായി പരാമർശിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യർ, ഇവിടുത്തെ നിരാലംബരായ മനുഷ്യർ, നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും നിരന്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കും, അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കും. അനീതിക്കിരയാവുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തും. അങ്ങനെ ഈ രാജ്യത്ത്, കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ നിലയുറപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പമേ, ഒരു കാര്യം കൂടി നമ്മൾ തീരുമാനിക്കണം. നമ്മൾ ഇവിടെ ഇന്ന് ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 45 ദിവസം ഇനി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രദേശങ്ങൾ ക്യാമ്പയിനിന്റെ ഒരു വെള്ളി വെളിച്ചവുമായി കൊണ്ട് മുന്നോട്ട് പോകും. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രദേശത്ത്, നിങ്ങളുടെ ചുറ്റുപാടിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയത്തിലേക്ക്, ഈ വലിയ വൃക്ഷത്തിന്റെ തണലിലേക്ക്, ഫലം കൊയ്തെടുക്കുന്ന ഈ വൃക്ഷത്തിന്റെ തണലിലേക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെയും ക്ഷണിക്കുക എന്ന് പറയുന്ന ദൗത്യം കൂടി നമുക്കുണ്ട്. ആരോടും നമുക്ക് ധീരതയോടുകൂടി പറയാൻ പറ്റും. ഒന്നും അടിയറവ് വെച്ചിട്ടല്ല, പ്രത്യേകിച്ച് ഒന്നും ലക്ഷ്യം കണ്ടിട്ടല്ല. അതേസമയം ഈ രാജ്യത്തെ വ്യവസ്ഥകൾ മാറണം എന്നുള്ളതും, സാമൂഹിക ക്രമത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുള്ളതും,
ഇവിടുന്ന് നീതിക്കിരയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശബ്ദം ഇവിടെ ഉയർന്നു വരണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഒരുമിച്ച് നിൽക്കാൻ, യുവാക്കളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ, നമ്മുടെ സംവിധാനങ്ങളുമായി കൊണ്ട് ചേർന്ന് നിർത്താൻ, അവരെയൊക്കെ നമ്മുടെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ പടയണയിൽ അംഗമാക്കി മാറ്റാൻ, മുന്നോട്ടൊരു സാമൂഹിക ദൗത്യം നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. വംശീയതയെ ചെറുക്കുക, നീതിയുടെ യൗവനമാവുക എന്ന ക്യാമ്പയിനിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാണ്. അതുകൊണ്ട് ഇതിനെ ഏറ്റെടുക്കണമെന്നതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്കറിയാം പ്രവാചക ദൗത്യം എന്തായിരുന്നു എന്നുള്ളത്. പ്രവാചകൻ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യമായി കൊണ്ട് ഖുർആൻ ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. വയലഅൻഹും മിസ്റഹും വൽഅഗ്ലാൽ ലത്തി കാനത് അലൈഹിം. നിങ്ങളുടെ പ്രവാചകത്തിന്റെ ദൗത്യം ഒരു സാമൂഹിക പ്രധാനം നിർവഹിക്കുന്ന നമ്മെപ്പോലുള്ള ആളുകൾ നിരന്തരമായി ഓർക്കേണ്ടുന്ന ഒന്ന്, മനുഷ്യരുടെ മുതുകുകളിൽ അവർ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ, ആ ഭാരങ്ങൾ ഇറക്കി കൊടുക്കുക, അവരെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക. ഖുർആൻ വരച്ചു കാണിക്കുന്ന ഈ ദൗത്യത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് പുതിയ പ്രദേശങ്ങളിലേക്ക്, പുതിയ മേഖലകളിലേക്ക്, അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നിരന്തരമായ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. നിരന്തരമായി കൊണ്ട് ഇവിടുത്തെ സാഹോദര്യ സംസാരങ്ങൾ, അതുപോലെ തന്നെ തെരുവുകൾ ഉണർത്തുന്ന വ്യത്യസ്തങ്ങളായ പരിപാടികൾ, സേവന പരിപാടികൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളും വൈവിധ്യങ്ങളുമായ ധാരാളം പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് സോളിഡാരിറ്റി ആലോചിച്ചിട്ടുണ്ട്. ഇതിനെ ഏറ്റെടുക്കണം, ഇതിനെ അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് കേരളത്തിന്റെ മണ്ണിൽ ഉജ്ജ്വലമായി എഴുന്നേറ്റ് നിൽക്കുന്ന, നന്മയ്ക്ക് വേണ്ടിയും സത്യത്തിനു വേണ്ടിയും നിലപാടുള്ള ഒരു പ്രസ്ഥാനമായിട്ട്, നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒന്നായിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയണം. ധാരാളം യുവാക്കളുള്ള, ധാരാളം മുസ്ലിം യുവാക്കൾ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഇടമായി കൊണ്ട് സോളിഡാരിറ്റി മാറണം. അങ്ങനെ നല്ല കാമ്പും കാതലുമുള്ള, കേരളത്തിന് ഇതുവരെ പരിചയമില്ലാത്ത വ്യത്യസ്തങ്ങളായ സാമൂഹിക പദ്ധതികൾ സമ്മാനിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് മാറണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. ധാരാളം ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, ഇരകളോടൊപ്പം ചേർന്ന് നിന്ന സോളിഡാരിറ്റിയുടെ ഒരു കാലമുണ്ട്. ഇവിടെ നിന്ന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ മുഴുവൻ ഹനിക്കപ്പെട്ടവും ആ അവകാശങ്ങൾക്ക് വേണ്ടി സമരമുഖത്ത് നിന്നതിന്റെ കഴിഞ്ഞ കാല സോളിഡാരിറ്റിയുടെ ഓർമ്മകളുണ്ട്. സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ഭാരവാഹികളും ഇവിടെയുണ്ട്. ഒറ്റ ആവശ്യമാണ് ഇപ്പോൾ സോളിഡാരിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ മുസ്ലിം വിഭാഗത്തെ വീണ്ടും ഉന്മൂലനത്തിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിഭാഗത്തെ മുഴുവൻ വഖഫ് നിയമത്തിലൂടെ ഇവിടുന്ന് മുസ്ലിം വിഭാഗത്തെ വംശഹത്യാ പദ്ധതിയുടെ മറ്റൊരു അധ്യായമായിട്ട് നമ്മൾ പറയുന്നു വഖഫ് ഭേദഗതി നിയമം എന്ന് പറയുന്നത്. ആ നിയമം പിൻവലിക്കുന്നത് വരെ പോരാട്ടത്തിലായിരിക്കും സോളിഡാരിറ്റി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ആണ് കഴിഞ്ഞ കാലങ്ങളിൽ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിച്ചത്. അതിന്റെ നേതാക്കന്മാരാണ് ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, രാജ്യത്ത് ഇതുപോലെയുള്ള വംശഹത്യാ പദ്ധതികൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പം അതിനെതിരെ ചെറിയ സ്വഭാവത്തിലെങ്കിലും ചേർന്ന് നിന്ന് വലിയ വലിയ അനക്കങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, വലിയ അടയാളപ്പെടുത്തൽ ഉണ്ടാക്കിയെടുക്കാൻ, പ്രതിരോധിക്കാൻ, ചെറുത്തുനിൽപ്പ് നടത്താൻ, അതിനെതിരെ ഒരുമിച്ച് നിൽക്കാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പടയാളികൾ എന്ന് പറയുന്നത് അതിന്റെ പ്രവർത്തകരാണ്. വിരലെണ്ണാവുന്ന പ്രവർത്തകരാണ് കേരളത്തിനെതിരുള്ളത്. പക്ഷെ ആ പ്രവർത്തകരുടെ മുഴക്കങ്ങൾ, ആ പ്രവർത്തകരുടെ മുദ്രാവാക്യങ്ങൾ, ആ പ്രവർത്തകരുടെ ജീവിത വിശുദ്ധികൾ, ആ ജീവിത വിശുദ്ധിയും ആ പ്രവർത്തകരുടെ പ്രവർത്തനത്തിന്റെ അവരുന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളും കേരളത്തിന്റെ ജനത, പ്രത്യേകിച്ച് യുവാക്കൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ക്യാമ്പയിനെ നിങ്ങൾ ഏറ്റെടുക്കണം. കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലേക്കും ക്യാമ്പയിന്റെ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും, എന്റെ ശബ്ദം ശ്രവിച്ച എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, സോളിഡാരിറ്റി പ്രവർത്തകർ, സോളിഡാരിറ്റിയുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെത്തിയിട്ടുള്ള എന്റെ യുവ സുഹൃത്തുക്കൾ, എന്റെ നാട്ടുകാർ, എല്ലാവർക്കും സോളിഡാരിറ്റിയുടെ അഭിവാദ്യങ്ങളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.